എവർക്കെന്താ പ്ലേറ്റ് വെക്കാത്തത്? പ്ലേറ്റ് വെച്ച് ചോറിടറി. ചോറും കറികളൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ, ആവശ്യക്കാർക്ക് എടുത്ത് കഴിക്കാം. ഇന്നലെ വരെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ഇന്നെന്താ ഒരു പുതുമ? ഇന്നു മുതൽ ഇങ്ങനെ. ഞാൻ ഇവിടെ ആരുടെയും ബാല്യക്കാരിയൊന്നുമല്ല. എനിക്ക് എന്റെ ഭർത്താവിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. നീ മത്സരിക്കാൻ തന്നെ ഇറങ്ങിയിരിക്കുക. മര്യാദയ്ക്ക് അവർക്ക് ചോറ് വിളമ്പിടി. പ്രദീപിന് ചോറ് കൊടുക്കാൻ മനസ്സില്ലേ ഇവിടെ? അമ്മ വെറുതെ എന്നോട് വഴക്കൂടണ്ട. എന്നെ കൊണ്ട് ചോറ് വിളമ്പിക്കാൻ മാത്രം വളർന്നോ കൊച്ചമ്മ? വിദ്യാർത്ഥി പറഞ്ഞാൽ ശരിയാ. വെക്കാനും വിളമ്പാനും ഇഷ്ടമല്ലാത്തവര് കഴിക്കാനും നിൽക്കരുത്. നീ പോടാ പട്ടി. അയ്യേ, അച്ഛന്റെ പേരിങ്ങനെ പരസ്യമായിട്ട് വിളിക്കാമോ? പ്രസാദേ, അവളെ പറഞ്ഞാലേ അവനെ ഇഷ്ടപ്പെടത്തില്ല. രാത്രിയിൽ ചേട്ടന്റെ ഭാര്യ ഉച്ചമയക്കത്തിന് അനുജന്റെ കാമുകയല്ലേ അവള്. എന്താ നീ പറഞ്ഞത്? ഒന്ന് തെളിച്ചു പറ. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ അമ്മ കൊതിയുന്നുണയും പറയാൻ അയൽവക്കം നിരങ്ങാൻ പോകും. ഞാനാണെങ്കിൽ കഥ അടച്ച് മുറിയിലും. പിന്നെ ഇവിടെ ആരെയും പേടിക്കണ്ടല്ലോ. വയറ്റി കിടക്കുന്ന കൊച്ചിന്റെ തന്ത ആരാണെന്ന് ആർക്കറിയാം? അവളുടെ ഒരു പതിവ്രത ചമയില് കാണിച്ചു തരാം നിന്നെ. എന്തൊക്കെയാണ് ഈശ്വര ഇവിടെ നടക്കുന്നത്? കുടുംബം മുടിഞ്ഞു പോവാൻ ഇനി വല്ലതും വേണോ? എന്താ? നിങ്ങളെ ഭാര്യ ഒന്ന് വിളിച്ചേ. ഇപ്പൊ പറ്റില്ല. വിളിക്കാനാ പറഞ്ഞത്. വനജേ, പ്രസാദ് വിളിക്കുന്നു. അവൻ വിളിക്കുമ്പോ ഓടിച്ചെല്ലാൻ അവനാരാ? പോവാൻ പറ അവനോട്. പിന്നെ അങ്ങനെ പോകാനെന്നല്ല ഞാൻ വന്നത്. എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാം. നീ പിന്നെ വഴക്കൊണ്ടാൻ വന്നിരിക്കുകയാണല്ലേ? അമ്മ ഇടപെടുന്നു. പൊക്കി അവിടുന്ന്. അയ്യോ, ദീപേട്ടാ, മര്യാദയ്ക്ക് അവരെ ഇറക്കി വിട്. ഇവനെയൊക്കെ ആരാ പേടിക്കുന്നേ? പ്രദീപ് പോയി വാതിലടയ്ക്ക്. നീ എന്താ കണ്ടെന്ന് പറ. എന്താണ് ഇവിടെ ബഹളം? എടാ, വിടറാ. എടാ, കണ്ടെന്ന് പറയാൻ നിന്നെ പ്രസാദേ, അവളെ കേൾക്കണം. അവളെ വിടറാ. എടാ, അവളെ അങ്ങനെ പോകാൻ നോക്കണ്ട. നീ പറഞ്ഞൊക്കെ കള്ളമാണെന്ന് തെളിയിക്കാതെ നിന്നെ അവിടെ നിന്ന് വിടില്ല.